പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സമൃദ്ധി എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി, അതായത് നമുക്ക് നൽകപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ സമൃദ്ധി, ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച് ഈ രണ്ട് ടൈറ്റിലിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് റിച്ചസ്, അതായത് ധനവാനാവുക എന്ന് പറയുന്നത് പുറമേ ഉള്ളതാണ്. ധനം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ധനവാൻ എന്ന് ഒരു ആളെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ ധനത്തിന്റെ അളവ് നോക്കി, അദ്ദേഹത്തിന് എത്രത്തോളം ധനമുണ്ടോ അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ധനവാനാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നത്. എന്നാൽ സമൃദ്ധിയുള്ളവനാണെന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ അകത്തെ മനസ്സാണ്. അദ്ദേഹം സമൃദ്ധിയിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സകല നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായിരിക്കുക എന്നതാണ് കർത്താവിന്റെ പദ്ധതി. ഒന്നിനും കുറവില്ലാത്തവർ. ഇവിടെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ യേശു പറഞ്ഞൊരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തു താൻ തന്നെ ഇടയനാണ്, വാതിലാണ് എന്നൊക്കെ തന്നെ പരിചയപ്പെടുത്തുന്ന ആ അധ്യായത്തിൽ, അതിന്റെ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാൻ, ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനായിട്ട്. യേശു ഭൂമിയിൽ വന്നത് നമുക്ക് സമൃദ്ധി ലഭിക്കുവാനും, സമൃദ്ധി ജീവൻ ഉണ്ടാകുവാനും, ജീവന്റെ സമൃദ്ധി ലഭിക്കാനായിട്ട്. അതായത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ, പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെട്ടുപോയി ജീവനെ മടക്കി തരിക എന്നതായിരുന്നു കർത്താവിന്റെ പദ്ധതി. എന്നാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആദാമിന്റെ സന്തതിയായി ജനിച്ചതുകൊണ്ട് ആദാമിൽ വാണ മരണം നമ്മിൽ വാണതുപോലെ യേശുവിന്റെ മരണ പുനരുത്ഥാനത്താൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി ദൈവത്തിലെ ജീവൻ നമ്മിൽ വസിക്കത്തക്കവണ്ണം ആക്കി തീർത്തു. അതാണ് യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്, പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും വിലയിരുത്തിക്കൊണ്ട് ആ യേശുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാകേണ്ടതായ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഞാൻ ആദാമ്യ സന്തതിയായിരുന്ന, ആദാമിനെ പോലെയായിരുന്ന, മരണത്തിന് കീഴ്പ്പെട്ടിരുന്ന, മരണം വാണുകൊണ്ടിരുന്ന മാനുഷിക പശ്ചാത്തലത്തിൽ നിന്ന്, ആദാമ്യ പാരമ്പര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന്, അതായത് നിത്യജീവൻ അവകാശിയാകുന്ന, നിത്യജീവനാകുന്ന ദൈവത്തിൽ ഞാൻ ആയിത്തീർന്നു. ആ ദൈവ പൈതലായിട്ട് ഞാൻ മാറിയപ്പോൾ, ആ പുത്രത്വം എനിക്ക് വന്നപ്പോൾ, ഒരു ദൈവ പൈതലിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതെല്ലാം എൻ്റെതായി മാറി. ഞാൻ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് ഞാൻ നിത്യജീവൻ അവകാശിയാണ്. അതായത് വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം നമുക്ക് നൽകപ്പെട്ടിരിക്കും. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഇത് കാണുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യോഹന്നാന്റെ 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. അപ്പൊ അവിടെ ദൈവത്തിൽ നിന്ന് ജനിച്ചു, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു, അവൻ ദൈവത്തിന്റെ പുത്രൻ, അവൻ ദൈവത്തിന്റെ മകൻ. നമ്മൾ ദൈവത്തിന്റെ മക്കൾ, ദൈവമക്കളാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അത് വളരെ ശക്തമായിട്ട് പറയുന്നു. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, കാണുന്ന നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയൊരു ഭാഗ്യവും പദവിയും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ പദവി നമ്മൾ തിരിച്ചറിയാന്നുള്ളത്, ആ പദവി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നാം തിരിച്ചറിയേണ്ട ഒന്നാണ്, പ്രാപിക്കേണ്ട ഒന്നല്ല, തിരിച്ചറിയേണ്ട ഒന്നാണ്. അതായത് നമുക്ക് ഈ 2 വാക്യങ്ങളെ വെച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് പറയുന്ന കാര്യമാണല്ലോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം നമുക്ക് നൽകപ്പെട്ടിരിക്കും. നമുക്ക് അധികാരം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ
യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അധികാരം, നമ്മൾ അധികാരമാണ്. എന്നാൽ ഈ അധികാരത്തെക്കുറിച്ച് സദൃശവാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കും. അപ്പൊ നമുക്ക് ദൈവമക്കളാകുവാൻ നമുക്ക് ലഭിച്ച അധികാരമില്ല. ആ അധികാരത്തെ നാം തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? ആ അധികാരത്തിന്റെ തിരിച്ചറിവ് നമ്മുടെ അകത്ത് ഉണ്ടാകേണ്ടത്, ആമേൻ, അത് ഹൃദയത്തിലുണ്ടാവുകയും അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പ്രാക്ടിക്കലാകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കറിയാം, നമ്മുടെ വീട്ടില് വിദ്യുത് ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന പല മെഷീൻ ഉണ്ടായിരിക്കും, ലൈറ്റുകൾ, അതുപോലെ തന്നെ പല ഉപകരണങ്ങൾ നമ്മുടെ വീടുകളിൽ. ആ വീടുകളിൽ ഒന്നില് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനോട് ചേർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം എവറിത്തിങ് ഈസ് കണക്റ്റഡ്, എവറിത്തിങ് ഈസ് ഓക്കെ. പക്ഷെ നമ്മൾ അതിന്റെ സ്വിച്ച് ഓൺ ചെയ്യാത്തിടത്തോളം അത് പ്രവർത്തിക്കത്തില്ല. പക്ഷെ എപ്പോഴാണോ അതിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മൾ അതുവരെ ചെയ്തു വെച്ചിരിക്കുന്നതായ പ്രവൃത്തിയുടെ റിസൾട്ട് ഉണ്ടാകും. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുമ്പോൾ, while you confess your faith, then that faith will active, then authority will activate. അപ്പൊ അത് ആക്റ്റീവ് ആക്കുമ്പോഴാണ് ജീവനും മരണവും അതിൽ നിന്ന് പുറപ്പെടുക, നാവിൽ നിന്ന് പുറപ്പെടുക. ആണ് അത് നമുക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. ആ അധികാരത്തെ നമ്മൾ എക്സസൈസ് ചെയ്യാത്തടത്തോളം അതിന്റെ ഫ്രൂട്ട് നമുക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ദൈവജനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കും. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നാം ദൈവത്തിന്റെ മക്കളാകുന്നത്. അപ്പൊ അവിടെയും നമ്മൾ അധികാരം ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ അവസ്ഥകൾ മാറുന്നത്. അധികാരത്തെ ഉപയോഗിക്കാം. യു നീഡ് ടു എക്സസൈസ് യുവർ അതോറിറ്റി. അപ്പൊ ഇവിടെ നമുക്ക് ദൈവജനത്തിൽ ഈ നമ്മുടെ ജീവനെ ഉപയോഗിക്കുക, അധികാരത്തെ ഉപയോഗിക്കുക, ശക്തിയെ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. പുത്രത്വം നമുക്ക് അവകാശമാണെന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തില് അതിന്റെ 1-ാം അധ്യായത്തില് നമുക്ക് അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. എഫേസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്ന് പറയുമ്പോൾ, അതായത് സകല അനുഗ്രഹങ്ങളും, സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങളും. ഇപ്പൊ നമ്മളതിനെ ആത്മീക അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ അഭിഷേകം, ശക്തി, ദൈവകൃപ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത്. ശരിയാണ്, ഇതൊക്കെയാണ്. പക്ഷെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ, പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാന കാലഘട്ടം വരെ നമ്മൾ നോക്കുമ്പോൾ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. ചിന്തിച്ചു നോക്കുക. യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, പത്രോസെ ആഴത്തിലേക്ക് നീക്കി വല വീശാം. ആഴത്തിലേക്ക് നീക്കി വല വീശി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീൻ കിട്ടാതിരുന്ന പത്രോസിന്റെ 2 പടകുകൾ നിറയെ മീന ലഭിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അത് വിവരിച്ചെഴുതിയിട്ടുണ്ട്. നീ ആഴത്തിലേക്ക് നീക്കി വല വീശാൻ പറഞ്ഞു. പത്രോസ് നീക്കി വല വീശി. വലിയ പെരുത്ത മീൻകൂട്ടം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടി ആർക്ക്? പത്രോസിനെ സംബന്ധിച്ചു. അത്ര പെരുത്ത മീൻകൂട്ടം ലഭിച്ചവനായ പത്രോസിന്റെ ജീവിതത്തിൽ നോക്കിക്കേ, അവന്റെ അധ്വാനത്താൽ യേശു പറഞ്ഞു, യേശുവിന്റെ വാക്കിന് വല ഇറക്കി. അപ്പോൾ അവിടെ സംഭവിച്ചതാണ് ആ അത്ഭുതം. അതുപോലെ തന്നെ യേശുവിന്റെ കാനാവിലെ കല്യാണ വീട്ടിലെ സംഭവം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത് വിവരിക്കുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ യേശു പറഞ്ഞു, ആ കൽപാത്രം 6 കൽപാത്രം നിറയെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ആ വെള്ളം വീഞ്ഞായിട്ട് മാറി. അവിടെ അതിനെ വിവരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അപ്പത്തെ വർദ്ധിപ്പിക്കുന്നു. പത്രോസിനോട് അവർ നികുതി പണം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ചൂണ്ടയെടുത്ത് കൊണ്ടുപോയി മീൻ പിടിക്കുക, ആ മീനിന്റെ വായിൽ ഞാൻ ദ്രഹ്മപ്പണം ഒളിച്ചു വെച്ചിട്ടുണ്ട്, അത് നിനക്കും എനിക്ക് വേണ്ടി കൊടുക്കാൻ. അപ്പോഴ് ചിന്തിച്ചു നോക്കുക, യേശുക്രിസ്തുവിന്റെ
ശുശ്രൂഷയുടെ പരശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും അവന് സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിച്ചു എന്ന് കാണാൻ കഴിയത്തില്ല. എന്നാൽ യേശു പണവുമായിട്ടാണോ വന്നത്? അല്ല. യേശു ഇവിടെ വന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹമുള്ളവനായിട്ട് അവൻ ഇവിടെ ഇറങ്ങി വന്നപ്പോ ഭൗതികമായ നന്മയ്ക്ക് ഒരു കുറവുണ്ടായില്ല. അതായത് നമുക്കറിയാം, ഇന്ന് ഞാൻ ഈ പറയുന്ന ഉദാഹരണം ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാരുമില്ല. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥയെ വെച്ച് നോക്കും. നമുക്കറിയാം, പല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ, മക്കൾ ഒക്കെ ഉണ്ട്. മക്കൾ ഒരു പക്ഷേ സ്വന്തം രാജ്യത്തായിരിക്കാം, മാതാപിതാക്കൾ ഒരു പക്ഷേ സ്വന്തം രാജ്യത്തായിരിക്കാം. മക്കൾ വിദേശ ജോലി ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കും. മക്കൾ നാട്ടിലായിരിക്കാം, മാതാപിതാക്കൾ വിദേശത്ത് ജോലി ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കും. അപ്പോഴ് അവർക്ക് അവിടെ കിട്ടുന്നത് ആ ദേശത്തെ കറൻസി. അവര് വേറൊരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ആ രാജ്യത്തെ കറൻസിയാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. ആ കറൻസിയാണ് അവര് ഈ അവരുടെ മക്കൾ, അവരുടെ പ്രിയപ്പെട്ടവർ എവിടെ വസിക്കുന്നു ആ കറൻസിക്ക് തുല്യമായിട്ട് ആ കറൻസിയെ എക്സ്ചേഞ്ച് ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ ഇവിടെ ഈ കറൻസി, അവർക്ക് ലഭിച്ച കറൻസി അവര് ഈ മക്കൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉപയോഗപ്രദമായ കറൻസിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് അയച്ചു കൊടുക്കുക. ചിന്തിച്ചു നോക്കുക. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം, സ്വർഗത്തിലുള്ള ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതായത് ക്രിയേറ്റീവ് മിറക്കിൾ പവർ, അത്ഭുതങ്ങളുടെ ശക്തി, അത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ അത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരുവന് അവന്റെ ഭൗതിക ജീവിതത്തിന് ഒരു മുടക്കവും വരത്തില്ല. കാരണം സകല അനുഗ്രഹത്താലും അനുഗ്രഹിച്ചു. യേശുക്രിസ്തു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹമായിട്ട് വന്ന യേശുവിന് ഒരു ഭൗതിക നന്മയ്ക്കും കുറവ് വന്നില്ല എന്ന് വചനത്തിൽ വായിക്കുന്നു. അത് നമ്മളോടുള്ള ദൂത. ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല, ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ ഭൗതികമായ വിഷയങ്ങളെ കണ്ട് അതിനെ പ്രോസ്പെറിറ്റി ആയിട്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ അതായത് ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത് പ്രോസ്പെറിറ്റി. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന സാമ്പത്തിക കാര്യങ്ങൾ, പ്രൊവിഷൻ. അപ്പൊ അതായത് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹമാണ് സോഴ്സ്, റിയൽ സോഴ്സ്. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാം റിസോഴ്സ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം തിരിച്ചറിയാതെ, വാല്യൂ തിരിച്ചറിയാതെ പോയാൽ നമ്മൾ തോറ്റുപോകും. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് വർധനവ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, വിശാലത നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മളിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യം, പ്രധാനപ്പെട്ട ബോധ്യം എന്ന് പറയുന്നത്, എന്റെ ഭൗതിക അനുഗ്രഹം, എനിക്ക് ഭൗതികമായി വേണ്ട നന്മകൾ, ഭൗതികമായിട്ടുള്ള എൻ്റെ പ്രവൃത്തികളുടെയോ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയോ എൻ്റെ അധ്വാനത്തിൻ്റെയോ എൻ്റെ ബുദ്ധിയുടെയോ എൻ്റെ സംസാരശേഷിയുടെയോ എൻ്റെ സാമർത്ഥ്യത്തിൻ്റെയോ റിസൾട്ട് അല്ല. എൻ്റെ പ്രോസ്പെറിറ്റി ഈസ് കണക്റ്റഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. എൻ്റെ സമൃദ്ധി എനിക്ക് ദൈവവുമായുള്ള ബന്ധത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. എപ്പോഴാണോ നിങ്ങൾ ഈ തിരിച്ചറിവോടുകൂടെ കാര്യങ്ങളെ കാണുന്നത്, അവിടെ നിങ്ങളുടെ അവസ്ഥ മാറും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ സാമ്പത്തികമായി നന്മ കണ്ടുകൊണ്ട് അതാണ് പ്രോസ്പെറിറ്റി എന്ന് കരുതരുത്. അതല്ല പ്രോസ്പെറിറ്റി. എനിക്ക് അല്പം കൂടെ പണം കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണ്, കുറച്ചുകൂടെ പ്രോസ്പെർ ആകാം, അതല്ല പ്രോസ്പെറിറ്റി. എനിക്കൊരു നല്ല വാഹനം, ഒരു വലിയ വാഹനം കിട്ടിയിരുന്നെങ്കിൽ, ഒരു വലിയ വീട് കിട്ടിയിരുന്നെങ്കിൽ, ഇല്ല, അതല്ല പ്രോസ്പെറിറ്റി. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. സമൃദ്ധി എന്ന് പറയുന്നത് അദൃശ്യമാണ്. നൽകപ്പെടുന്ന ദാനങ്ങളാണ് വിസിബിൾ. നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കറിയാം, നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പം കേബിളുകൾ, വയറുകൾ ഉപയോഗിക്കാറുണ്ട്. ആ വയറുകൾ നമ്മൾ കാണുമ്പോൾ അതിൽ നമ്മൾ തൊടാറുണ്ട്, ചവിട്ടാറുണ്ട്, ഒക്കെയുണ്ട്. നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ കേബിളുകൾ അവിടെ ഇട്ടിരിക്കും. പക്ഷേ ആ കേബിൾ അല്ല യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു
ആ ഒരു ഉപയോഗം, ആ ഒരു പ്രവൃത്തിക്ക് പ്രയോജനപ്പെടുന്നത് കേബിൾ അല്ല, കേബിളിന്റെ കളറല്ല, കേബിളിന്റെ വലിപ്പമല്ല. ആ കേബിൾ ക്യാരി ചെയ്യുന്ന, അതിനകത്ത് ഉള്ള ചാനൽ ക്യാരി ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആണ് റിയൽ ആയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് തരുന്നത്, പവർ തരുന്നത്, എനർജി തരുന്നത്. അതായത് അത് ഇൻവിസിബിൾ ആണ്. നമുക്ക് ആ കമ്പി, ഒരുപക്ഷെ ആ വയർ കട്ട് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള ചാനലുകൾ നോക്കിയാൽ പോലും നമുക്ക് ഇലക്ട്രിസിറ്റിയെ കാണാൻ സാധ്യമല്ല. അതിന്റെ ചാലകങ്ങളെ കാണാം, അലൂമിനിയമോ അല്ലെങ്കിൽ മറ്റ് കമ്പികളെ കാണാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും കറണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതുപോലെ തന്നെയാണ് പ്രോസ്പെരിറ്റി. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, സീക്രട്ട് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, ദാറ്റ് ഈസ് എ റിയൽ പ്രോസ്പെരിറ്റി. നിങ്ങൾക്ക് ദൈവത്തോട് ആ ഇന്റിമസി, പേഴ്സണൽ റിലേഷൻഷിപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ ലോകത്തിലുള്ള ഭൗതിക നന്മകളെല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ഏതാണ്? ഭൗതിക നന്മയിലേക്കല്ല. നമ്മൾ പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടമല്ല, എനിക്ക് ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ. ആ ബന്ധം നിലനിർത്തുന്നത് കൊണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആ ബന്ധത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നു, ജോലി ചെയ്യണം. ബിസിനസ് ചെയ്യുന്നു, ബിസിനസ് ചെയ്യണം. ഈ ജോലിയും ബിസിനസ്സും ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകും, ഞാൻ ബിസിനസ് ചെയ്യുന്നതുകൊണ്ടല്ല, ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ടല്ല, ഞാൻ കഠിനമായിട്ട് അധ്വാനിക്കുന്നത് കൊണ്ടല്ല, ഞാൻ സമൃദ്ധിയിൽ വാഴുവാൻ, ഞാൻ സമൃദ്ധിയിലായിരിക്കുവാനുള്ള കാരണം എന്റെ അധ്വാനത്തിന്റെ ഫലമല്ല. ഞാൻ സമൃദ്ധിയിൽ വാഴാനായിട്ട് കാരണം ഞാൻ ഈ ചെയ്യുന്ന അധ്വാനങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉള്ളതുകൊണ്ട്. നമുക്ക് ദൈവദിനത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇസഹാക്കിനെ കുറിച്ച് നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അതിന്റെ 26-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 26-ാമത്തെ അധ്യായത്തിൽ അവൻ അവിടെ വിതച്ചു. ഇസഹാക്കിന്റെ ചരിത്രം എഴുതിയിരിക്കുന്ന, കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി. അപ്പോൾ അവിടെ അധ്വാനിച്ചു, വിതച്ചത് കൊണ്ടല്ല ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു. ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടതിന്റെ സീക്രട്ട് ഇതാണ്, യഹോവ അവനെ അനുഗ്രഹിച്ചു. അവന്റെ അധ്വാനത്തിന്റെ റിസൾട്ടായിട്ട് അതിനെ കാണരുത്, അനുഗ്രഹത്തിന്റെ റിസൾട്ടാണ്. പ്രിയപ്പെട്ട, ഞാൻ പറയാം, നാം എത്ര അധ്വാനിച്ചാലും അനുഗ്രഹം ഇല്ലാത്ത, ദൈവത്തിന്റെ കൃപയില്ലാത്ത, അതെ, അത് ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ നിന്ന് വരുന്നു എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കാതെ പകരമായി നിങ്ങളുടെ ഉള്ളിൽ അനുഗ്രഹം ഉണ്ടെന്ന് തിരിച്ചറിയണം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന, അപ്പൊ നമ്മുടെ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് എന്തോ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യമല്ലത്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ഞാൻ വീണ്ടും എടുത്തു എന്ന് പറയാൻ ആഗ്രഹിക്കുക. അതായത് അനുഗ്രഹിക്കപ്പെടാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത്, എന്തെങ്കിലും ചില പ്രവൃത്തികളോ കാര്യങ്ങളോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അതിനധിഷ്ഠിതമായ ചില കാര്യങ്ങളൊക്കെ ചെയ്ത്, സമർപ്പണമോ എന്തൊക്കെയോ പ്രാർത്ഥനകളോ ആരാധനകളോ ഒക്കെ ചെയ്ത് വേണം നിങ്ങൾ സമൃദ്ധിയിലേക്ക് വരാനെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിലൂടെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ 1 പത്രോസ് ലേഖനം 1:3 പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ്, ജീവന് ഭക്തിക്ക് വേണ്ടിയുള്ളതല്ല നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു, നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിൽ ഉണ്ടാകേണ്ട അനുഗ്രഹം എന്ന് പറയുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള അറിവാണ് എൻ്റെ അനുഗ്രഹം. ഇവിടെ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി, ഗ്രേറ്റ്ലി റിച്ച്. അപ്പൊ അവിടെ ഇസഹാക്കിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത് അധ്വാനമല്ല, അനുഗ്രഹമാണ്. എന്നാൽ അധ്വാനമുണ്ട്. നമുക്കറിയാം, പലരും പല ജോലികളും ജീവിതത്തിന്റെ നന്മകൾ വരാനായിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നമ്മൾ പല ജോലികൾ ചെയ്യാം. ഇവരിന്ന് ശുശ്രൂഷയിലായിരിക്കുന്നവർ പോലും അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർക്ക് ജോലികൾ ചെയ്യാൻ എന്തെങ്കിലും വരുമാന മാർഗങ്ങളുള്ളവർ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ചെയ്യുന്നത് അതിൽ ആശ്രയിക്കരുത്. നമ്മുടെ ബിസിനസ് ആകട്ടെ, നമ്മുടെ ധന ആഗമന മാർഗങ്ങളിൽ ആശ്രയിക്കരുത്. പകരമായിട്ട് ഞാൻ ചെയ്യുന്നു, പക്ഷെ അതിന് ഫലം തരുന്നത് ദൈവമാണ്. ആ ദൈവം തരുന്നു എന്ന് പറയുന്നതുകൊണ്ട് ദൈവത്തെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അലസമായ നിലയിൽ ജീവിതം കഴിക്കുകയല്ല.
പകരമായി ദൈവം എൻ്റെ അനുഗ്രഹത്തിന് കാരണക്കാരനാണ്, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നവനാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും അതേ സമയത്ത് തന്നെ ആമേൻ എൻ്റെ ശ്രദ്ധ കർത്താവിലാണ്, എൻ്റെ അട്രാക്ഷൻ കർത്താവിലാണ്, ഞാൻ പൂർണ്ണമായി ആശ്രയിച്ച് ചാരിയിരിക്കുന്നത് കർത്താവിലാണ്. എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ മാനിക്കും. അപ്പൊ ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്. പ്രോസ്പെറിറ്റി ഈസ് ഇൻവിസിബിൾ, പ്രൊവിഷൻ ഈസ് വിസിബിൾ. നിങ്ങൾക്കറിയാം സ്നേഹം എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്, എന്നാൽ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് വിസിബിൾ ആണ്, അല്ലേ? ഒരു കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, ആ സ്നേഹം ഇൻവിസിബിൾ. സ്നേഹം എനിക്ക് കാണത്തില്ല, പക്ഷേ ആ കാണാത്ത സ്നേഹത്തിന്റെ കാണപ്പെടുന്ന പ്രകടനമായിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രോസ്പെറിറ്റി ഈസ് ഇൻവിസിബിൾ ബട്ട് പ്രൊവിഷൻ ഈസ് വിസിബിൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പ്രോസ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഹാവ് എ ഹെൽത്തി ആൻഡ് ലിവിങ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ആക്റ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ദൈവത്തോട് വേണം. ആ റിലേഷൻഷിപ്പ് വിൽ മേക്ക് യു റിച്ച്. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും പണമാണ് നമ്മുടെ സമൃദ്ധി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പണമല്ല നമ്മുടെ സമൃദ്ധി. എത്ര പണം കിട്ടിയാലും സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കണം. റിലേഷൻഷിപ്പ്, പ്രയർ, ബൈബിൾ റീഡിങ്, അതിനപ്പുറത്ത് ഒരു കാര്യം ഉണ്ടായിരിക്കാം, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടാവണം. അതാണ് ഏറ്റവും ആവശ്യം. അപ്പൊ അവിടെയാണ് സമൃദ്ധി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിൽ അവന്റെ സമൃദ്ധിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് യഹോവ അവനെ അനുഗ്രഹിച്ചു. അപ്പൊ അവന്റെ അവസ്ഥ, അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. അപ്പൊ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് നമ്മളെ മാനിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് തിരിച്ചറിയുക, ആ അനുഗ്രഹത്തിൽ ജീവിക്കുക. അതാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ രഹസ്യം. അതുകൊണ്ട് ഇൻവിസിബിൾ പ്രോസ്പെറിറ്റിയിൽ നിന്ന് വിസിബിൾ പ്രൊവിഷൻ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യണം. നിങ്ങളുടെ ജോലികൾ ചെയ്യുന്നതിനപ്പുറം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് അപ്പുറമായി ജോലികളിൽ ഓടുന്നു, ബിസിനസ് നന്നായിട്ട് ചെയ്യുന്നു, ചിലര് ഓവർ ടൈം ജോലികൾ ചെയ്യുന്നു, നല്ല കാര്യമാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറമായി ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ദൈവവുമായിട്ട്. ആ ബന്ധമെന്ന് പറയുന്നത്, ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടി അധ്വാനിച്ച് ഓടി പ്രാപിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. പകരമായിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ക്രിസ്തു എൻ്റെ സമാധാനം. യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് പിതാവ് എന്നെ തന്നോട് നിരപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഐ ഹാവ് പീസ് വിത്ത് ഗോഡ്. When you understand that I have peace with God, then your situation will be changed. നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, God is in control. Yes. പക്ഷെ when you have peace with God, then you are in control. നിങ്ങൾ ദൈവത്തോടുള്ള നല്ല റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ആ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ നാളും സമൃദ്ധി എന്ന് പറയുന്നതിന് പ്രോസ്പെറിറ്റി ഈസ് ഇൻവിസിബിൾ, പ്രൊവിഷൻ ഈസ് വിസിബിൾ. പ്രോസ്പെറിറ്റി ഈസ് ഇൻവിസിബിൾ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. പ്രൊവിഷൻ ഈസ് whatever you experience from the blessings, the material blessing in the earth. That is provision. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് സമൃദ്ധി ഉള്ളവരായി തീരാൻ, അതായത് പ്രോസ്പർ ആകാനായിട്ട് ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധം
ആ ബന്ധത്തെ നിലനിർത്തും, അതിൽ ഫലം കായ്ക്കും, പ്രയോജനമുള്ളവരായി തീരും. ലോകത്തിൽ ആമേൻ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും കാണിച്ചു കൊടുക്കുന്നവരായി മാറുക. അതെ, നമ്മുടെ സുവിശേഷം പറയുന്നതിനപ്പുറം സുവിശേഷമായി തീരുന്നതിലൂടെ യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആയിരുന്നുവെന്ന്, മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നു എന്ന് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം മനുഷ്യന് സമൃദ്ധമായ ജീവൻ നൽകി നിത്യജീവന് കാരണമായി തീർന്നു എന്നത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതാണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുമെന്നല്ല, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതായത് ആ സാക്ഷി എന്ന് പറയുന്ന വാക്കിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നല്ല, നിങ്ങൾ യേശുവായിട്ട് നിന്ന് സംസാരിക്കും. അവന്റെ പ്രതിമയായി, അതെ ഹല്ലേലൂയ, ദൈവ മക്കൾ എന്ന അതേ പദവിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആമേൻ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നവരായി തീരും, ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി തീരും. കർത്താവ് അനുഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, നൽകി തന്ന നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമൃദ്ധിയെ, പ്രോസ്പെറിറ്റി എന്ന് തിരിച്ചറിഞ്ഞു ആ പ്രോസ്പെറിറ്റി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കത്തക്കവണ്ണം, വെളിപ്പെടുത്തത്തക്കവണ്ണം ഞങ്ങളെ ഉപയോഗിക്കാൻ തങ്ങളുടെ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ, ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും സമൃദ്ധിയുടെയും ഉറവയാകുന്ന ദൈവം കർത്താവെ, ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ആ യഥാർത്ഥ സമൃദ്ധിയെ തിരിച്ചറിഞ്ഞു വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കണം. അത്ഭുതമായി, അനുഗ്രഹമായി, ജീവനായി, സൗഖ്യമായി അവരെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം സാമ്പത്തികമായുള്ള സകല വെല്ലുവിളികളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. അവരുടെ പ്രതിസന്ധികൾ അവർ ജയിക്കട്ടെ, അവരുടെ ശാപങ്ങളെ ജയിക്കട്ടെ, അവരുടെ ദാരിദ്ര്യത്തെ ജയിക്കട്ടെ, അവരുടെ മനസ്സിന്റെ നിരാശകളെ ജയിക്കട്ടെ, പ്രത്യാശ അവരുടെ അകത്തുണ്ടാകട്ടെ. കർത്താവ് ജീവിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടെ അവർ വാഴുവാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ നമ്മൾ തുടർച്ചയായി കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത്, എനിക്കറിയാം നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ചലനം ഉണ്ടാക്കും. ആകയാൽ നിങ്ങൾ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ നിങ്ങൾ കാണുകയും അതോടൊപ്പം ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക. അത് നിങ്ങൾക്കും അത് വാച്ച് ചെയ്യുന്നവർക്കും നിശ്ചയമായ അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും അഭിപ്രായങ്ങളും സാക്ഷ്യങ്ങളും ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കൂട്ടായി കർത്താവിൻ്റെ രാജ്യത്തിന്, കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് നിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. അതെ, ഇൻവിസിബിൾ പ്രോസ്പെറിറ്റി കൂടെ വിസിബിൾ പ്രൊവിഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു തലമുറയായി, അതെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ദേശത്ത് നിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.